ഡേ 3 ഓഫ് ഗണേശ ചതുർത്ഥി പ്രോഗ്രാംസ്. അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ പ്രോഗ്രാമിന് നേരത്തെ ചെല്ലുന്നുണ്ട്. ഇന്ന് കുറച്ച് താമസിച്ചൊന്നും എൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ പിള്ളേരുടെ പരിപാടിയായിരുന്നു. അതാ എനർജി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഇന്നത്തെ ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചാർന്നു കേട്ടോ. എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒന്നും നമ്മളെ അങ്ങ് ബോറടിപ്പിച്ചില്ല. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ടീംസിൻ്റെ ഡാൻസ് ഒന്നും പറയണ്ട, എല്ലാവരും ഒന്നൊന്നര പൊളിയായിരുന്നു. അവരവരുടെ മാക്സിമം എനർജി എടുത്ത് കളിച്ച്. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടി അത് തകർക്കണം എന്നാണല്ലോ. അങ്ങനെ കുറേ നേരത്തെ ഡാൻസും പരിപാടികളൊക്കെ ഞങ്ങൾ ഭയങ്കര ആസ്വദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടന്മാരുടെ ഡാൻസ് ആണെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. ഇവരൊക്കെ എന്ത് കോപ്പറായി കൊടുക്കണം കാണിച്ചാലും കാണാൻ ഒരു രസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റാംവാക്കായിരുന്നു കേട്ടോ. എൻ്റെ ദൈവം ഈ റാംവാക്ക് തുടങ്ങിയപ്പോൾ അലപ്പൊന്നും പറയണ്ട. പിന്നെ ഇതൊക്കെ എൻ്റെ ഫാൻസാണ്. കണ്ടില്ലേ എൻ്റെ ക്യാമറ കണ്ടപ്പോഴത്തേനും കിടന്ന് കാണിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്ന പരിപാടികളായിരുന്നു കേട്ടോ. ഇവരുടെ പകുതി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഇതാരാന്ന് മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ളൊരു ക്യാരക്ടർ കേട്ടോ. പിന്നെ കുറേ നേരം കപ്പിൾ ഡാൻസും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാളിയമർദ്ദനം ഉണ്ടായിരുന്നു. അതൊരു രക്ഷയില്ലാത്ത സാധനമായിരുന്നേ. പിന്നെ രംഗണ്ണനും പിള്ളേരൊക്കെ വന്ന് കേക്കൊക്കെ കീറി മുറിച്ച് ഒരു അടിപൊളി പരിപാടി. അതൊക്കെ കഴിഞ്ഞിറങ്ങത്തേനും റോക്കി ബൈയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഏതോ ഒരു ഊള പാട്ട് കിട്ടി വന്നിട്ട് നമ്മളോട് തുള്ളിക്കോളം പറഞ്ഞിട്ടോ. പിന്നെ നമുക്കൊരു പേരിനായാലും ഒരു പാട്ട് കിട്ടിയാൽ മതിയില്ലോ തുള്ളാൻ. ഇനി നമ്മൾ പരിപാടി കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും കലാശക്കൊട്ടിൻ്റെ ഭാഗമായിട്ട് വെടിക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തോടെ പരിപാടികളെല്ലാം തീർന്നു. ഇനി ഗണേശനെ ഒഴുക്കി വിടുന്നതും നാളെ എന്തോ സദ്യ കൊടുക്കലോ ഉള്ളേ. പിന്നെ ക്യാൻറ്റീൻ പോയി ഫുഡൊക്കെ മേടിച്ച് കഴിച്ചപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.